Are you a biotechnologist planning to migrate to Australia? ഓസ്ട്രേലിയയിലേക്ക് ഒരു സ്കിൽഡ് മൈഗ്രേഷൻ സ്വപ്നം കാണുന്നവരാണോ നിങ്ങൾ? പോയിന്റ് സിസ്റ്റം, എലിജിബിലിറ്റി, ആൻസ്കോ കോഡ്, സ്കിൽ അസസ്മെന്റ് ഇതിനെ പറ്റിയെല്ലാം കൺഫ്യൂഷൻ ഉണ്ടോ? Then this video is for you. My name is Sansha and I am from GEMS Abroad. Today I will explain Australia skilled migration for biotechnologists. മൈഗ്രേഷൻ പ്രോസസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. വൈ ഓസ്ട്രേലിയ ഫോർ ബയോടെക്നോളജിസ്റ്റ്? എന്തുകൊണ്ടാണ് ബയോടെക്നോളജിസ്റ്റ് ഓസ്ട്രേലിയ തിരഞ്ഞെടുക്കുന്നത്? ഓസ്ട്രേലിയയിൽ നിലവിൽ ബയോടെക്നോളജി, ഫാർമ, മെഡിക്കൽ റിസർച്ച് മേഖലകളിൽ വലിയ ഡിമാൻഡ് ഉണ്ട്. ക്ലിയർ PR പാത്വേ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ കരിയറിനും ഫാമിലിക്കും നല്ലൊരു ഫ്യൂച്ചർ ഇവിടെ ഉറപ്പാണ്. സ്കിൽഡ് മൈഗ്രേഷൻ ഓവർവ്യൂ. ഓസ്ട്രേലിയയിൽ സ്കിൽഡ് മൈഗ്രേഷൻ ഒരു പോയിന്റ് ബേസ്ഡ് സിസ്റ്റമാണ്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കോർ, ഏജ് എന്നിവ നോക്കിയാണ് ഈ പോയിന്റുകൾ കണക്കാക്കുന്നത്. ഇതിലൂടെ നിങ്ങൾക്ക് പെർമനന്റ് അല്ലെങ്കിൽ പ്രൊവിൻഷ്യൽ വിസകൾ ലഭിക്കാം. ആൻസ്കോ ഒക്യുപ്പേഷൻ കോഡ്. മൈഗ്രേഷൻ പ്രോസസ്സിൽ ഏറ്റവും പ്രധാനം ശരിയായ ആൻസ്കോ കോഡ് തിരഞ്ഞെടുക്കുക എന്നതാണ്. ബയോടെക്നോളജിസ്റ്റിന്റെ കോഡ് 234514 ആണ്. ഈ കോഡിനെ ബേസ് ചെയ്താണ് നിങ്ങളുടെ വിസ ഓപ്ഷനും സ്കിൽ അസസ്മെന്റും തീരുമാനിക്കുന്നത്. സ്കിൽ അസസ്മെന്റ് അതോറിറ്റി. അടുത്ത സ്റ്റെപ്പ് സ്കിൽ അസസ്മെന്റ് ആണ്. ബയോടെക്നോളജിസ്റ്റിന് വേണ്ടി ഇത് ചെയ്യുന്നത് വെറ്റാസസ് എന്ന് പറയുന്ന അതോറിറ്റിയാണ്. ഈ അസസ്മെന്റ് പോസിറ്റീവ് ആയാൽ മാത്രമേ നമുക്ക് EOE സബ്മിറ്റ് ചെയ്യാനോ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനോ സാധിക്കുകയുള്ളൂ. ക്വാളിഫിക്കേഷൻ റിക്വയർമെന്റ്സ്. യോഗ്യത നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബയോടെക്നോളജിയിൽ അതുമായി ബന്ധപ്പെട്ട ലൈഫ് സയൻസ് സബ്ജക്റ്റുകളിലോ ഒരു ബാച്ചിലർ അല്ലെങ്കിൽ ഒരു മാസ്റ്റർ ഡിഗ്രി ഉണ്ടായിരിക്കണം. സബ്ജക്ട് റിലവന്റ് ഇവിടെ വളരെ പ്രധാനമാണ്. വർക്ക് എക്സ്പീരിയൻസ് റിക്വയർമെന്റ്സ്. ക്വാളിഫിക്കേഷൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് നമ്മളുടെ എക്സ്പീരിയൻസ്. നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങളുടെ ഡിഗ്രിക്ക് ശേഷമുള്ളതായിരിക്കണം. ലാബ് വർക്ക്, റിസർച്ച് റോൾസ് അല്ലെങ്കിൽ ഫാർമ ഇൻഡസ്ട്രിയിലെ എക്സ്പീരിയൻസ് ഇതിനായിട്ട് നമുക്ക് എടുക്കാം. ചുരുങ്ങിയത് 1 വർഷത്തെ എക്സ്പീരിയൻസ് എങ്കിലും നമുക്ക് മസ്റ്റായിട്ട് വേണം. ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ്സ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് നിർബന്ധമായിട്ടും എടുക്കേണ്ടതാണ്. ഓസ്ട്രേലിയ പ്രധാനമായിട്ടും 3 ടെസ്റ്റുകളാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. IELTS, PTE അക്കാഡമിക്, പിന്നെ ലാംഗ്വേജ് സെർട്ട്. ഇതിൽ ഏത് വേണമെങ്കിലും നമ്മൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇംഗ്ലീഷ് ലെവൽസ് ആൻഡ് പോയിന്റ്സ്. ഇംഗ്ലീഷ് സ്കോർ കൂടുന്തോറും നിങ്ങളുടെ പോയിന്റ്സ് കൂടും. പോയിന്റ്സ് മാക്സിമം ചെയ്യാനായിട്ട് പ്രൊഫിഷ്യൻ്റ് എടുത്താൽ നമുക്ക് 10 പോയിന്റ് ആണ്. അല്ലെങ്കിൽ സുപ്പീരിയർ ആണെങ്കിൽ നമുക്ക് 20 പോയിന്റ്സ് ആണ് അതിൽ നിന്ന് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. ലെവൽ സ്കോർ ചെയ്യാനായിട്ട് ഇത് പ്ലാൻ ചെയ്യണം. പോയിന്റ് ടെസ്റ്റ്. വിസ അപ്ലൈ ചെയ്യാൻ മിനിമം 65 പോയിന്റ്സ് ആണ് നമുക്ക് വേണ്ടത്. പക്ഷേ പ്രായോഗികമായിട്ട് നോക്കിയാൽ കൂടുതൽ പോയിന്റ്സ് ഉള്ളവർക്കാണ് വിസ ലഭിക്കാൻ കൂടുതൽ ചാൻസ്. ഏജ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി, എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ്, സ്റ്റേറ്റ് നോമിനേഷൻ ഇതെല്ലാം ഇതിൽ ഇൻക്ലൂഡ് ആവും. ഏജ് ആൻഡ് പോയിന്റ്. ഏജ് വൈസ് നോക്കിയാൽ 25 to 32 ഏജ് വരെയുള്ളവർക്കാണ് നമുക്ക് മാക്സിമം പോയിന്റ്സ് ലഭിക്കുന്നത്, അതായത് 30 പോയിന്റ്സ്. ഏജ് കൂടുന്തോറും നമുക്ക് പോയിന്റ്സ് കുറഞ്ഞാണ് വരുന്നത്. 18 to 24 ഏജ് ആണെങ്കിലും 33 to 39 ആണെങ്കിലും നമുക്ക് 25 പോയിന്റ്സ് തന്നെയാണ് കിട്ടുന്നത്. 39+ ആയി കഴിഞ്ഞാൽ നമ്മളുടെ പോയിന്റ് കുറയും. 15 പോയിന്റ്സ് ആണ് നമുക്ക് പിന്നെ കിട്ടുന്നത്. എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ്, EOI. സ്കിൽ അസസ്മെന്റ് ചെയ്ത് നമുക്കൊരു പോസിറ്റീവ് ഔട്ട്കം കിട്ടി, ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റും എഴുതി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് EOA സബ്മിറ്റ് ചെയ്യുക എന്നതാണ്. ഇത് വിസ ആപ്ലിക്കേഷൻ അല്ല, ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ സ്കിൽ സെലക്ട് പോർട്ടലിൽ നമ്മുടെ പ്രൊഫൈലിൽ രജിസ്റ്റർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇൻവിറ്റേഷൻ ടു അപ്ലൈ. നമ്മൾ EOA സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പോയിന്റ്സ് കോമ്പറ്റീറ്റീവ് ആണെങ്കിൽ ഗവൺമെന്റ് നമ്മൾക്ക് ഒരു ഇൻവിറ്റേഷൻ നൽകും. ഈ ഇൻവിറ്റേഷൻ ലഭിച്ചാൽ മാത്രമാണ് നമുക്ക് ഫൈനൽ വിസ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. വിസ ഓപ്ഷൻസ് ഓവർവ്യൂ. ബയോടെക്നോളജിസ്റ്റിന് മെയിനായിട്ട് 3 വിസ ഓപ്ഷനുകളാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. 189, 190, പിന്നെ 491. വിസ 189 സ്കിൽഡ് ഇൻഡിപെൻഡൻറ്റ്. സബ് ക്ലാസ് 189 എന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് PR വിസയാണ്. ഇതിന് സ്റ്റേറ്റ് സ്പോൺസർഷിപ്പ് ഒന്നും ആവശ്യം വരുന്നില്ല. ഈ വിസ ഓപ്ഷൻ ഹൈ പോയിന്റ്സ് ഉണ്ടെങ്കിലാണ് നമുക്ക്
ചാൻസ് കൂടുതലായിട്ട് കിട്ടുന്നത്. വിസ 190 സ്റ്റേറ്റ് നോമിനേഷൻ. സബ് ക്ലാസ് 190 ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിന് നോമിനേഷൻ ആവശ്യമാണ്. ഇതിൽ നമുക്ക് 5 പോയിന്റ് ആണ് എക്സ്ട്രാ കിട്ടുന്നത്. ഈ 190 എന്ന് പറയുന്ന വിസ ഒരു പെർമനന്റ് റെസിഡൻസി വിസ തന്നെയാണ്. വിസ 491 റീജിയണൽ വിസ. സബ് ക്ലാസ് 491 ഒരു റീജിയണൽ വിസയാണ്. ഇതിലൂടെ നമ്മൾക്ക് 15 പോയിന്റ് ആണ് എക്സ്ട്രാ ലഭിക്കുന്നത്. കുറഞ്ഞ പോയിന്റ്സ് ഉള്ളവർക്ക് ഇൻവിറ്റേഷൻ ലഭിക്കാൻ ഈ ഒരു വിസ കാറ്റഗറി ഓപ്ഷൻ വളരെ നല്ലതാണ്. പിന്നീട് ഈ വിസ കാറ്റഗറിയിൽ ജോയിൻ ചെയ്താലും പിന്നീട് നമുക്കിത് PR ആക്കി മാറ്റുകയും ചെയ്യാൻ പറ്റും. കോമൺ മിസ്റ്റേക്സ്. പലപ്പോഴും ഈ വിസ റിജക്റ്റ് ആവുന്നത് ചെറിയ തെറ്റുകൾ കാരണമാണ്. തെറ്റായ കോഡ് തിരഞ്ഞെടുക്കുകയോ ഡോക്യുമെന്റേഷൻ വീക്ക് ആകുകയോ ചെയ്യരുത്. അതുകൊണ്ടാണ് ഒരു എക്സ്പേർട്ട് ഗൈഡൻസ് വേണമെന്ന് നമ്മൾ പറയുന്നത്. വൈ ജെംസ് അബ്രോഡ്? ജെംസ് അബ്രോഡിൽ ഞങ്ങൾ നിങ്ങളെ ഓരോ ഘട്ടത്തിലും സഹായിക്കുന്നുണ്ട്. എലിജിബിലിറ്റി ചെക്ക് മുതൽ വിസ ഫയലിംഗ് വരെ കൃത്യമായ സ്ട്രാറ്റജിയോട് കൂടെ ഞങ്ങൾ കൂടെ ഉണ്ടാവും. ഫ്രീ എലിജിബിലിറ്റി ചെക്ക്. നിങ്ങൾ ഒരു ബയോടെക്നോളജിസ്റ്റ് ആണോ? നിങ്ങളുടെ ഏജ്, എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ് എന്നിവ വെച്ച് ഓസ്ട്രേലിയയിൽ PR സാധ്യതകൾ ഫ്രീ ആയി അറിയാൻ ഞങ്ങളെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യൂ. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. ഓസ്ട്രേലിയൻ മൈഗ്രേഷനെ കുറിച്ചുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. For personalized guidance, eligibility check and professional support, you can contact GEMS Abroad. We will be happy to guide you. Thank you for watching. This is Sansha signing off. See you in the next video.